ഉത്തർപ്രദേശിലെ ഗംഗാ എക്സ്പ്രസ് വേയിൽ വ്യോമസേനയുടെ പരിശീലനം തുടരുന്നു. പോർ വിമാനങ്ങൾക്ക് പുറമെ AN-32 വിമാനവുമുണ്ട്. റഫാൽ, മിറാഷ്, ജാഗ്വാർ വിമാനങ്ങളും പരിശീലനത്തിൽ പങ്കെടുക്കുന്നു. അർജുൻ പീതാംബരം ചേരുന്നുണ്ട്. അർജുൻ, ഇന്ത്യയുടെ കരുത്ത് അറിയിക്കുക, വ്യോമസേനയുടെ കരുത്തറിയിക്കുക, പ്രധാനപ്പെട്ട വിമാനങ്ങളൊക്കെ പങ്കെടുക്കുന്ന വ്യോമാഭ്യാസം എങ്ങനെ തുടരുന്നുണ്ട്? പ്രജീഷ്, 4 വിമാനങ്ങൾ പ്രധാനമായിട്ടും ഈ അഭ്യാസത്തിൽ പരിശീലനത്തിൽ പങ്കെടുക്കുന്നു. അതിൽ 3 എണ്ണം പോർ വിമാനങ്ങളാണ്. മിറാഷ്, അതുപോലെ തന്നെ ജാഗ്വാർ, ഒപ്പം ഇന്ത്യയുടെ വ്യോമസേനയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുന്തമുനയായിട്ടുള്ള റഫാൽ, ഒപ്പം AN-32. ഈ AN-32 എന്ന് പറയുന്ന വിമാനം സൈനികരെയും സൈനിക ഉപകരണങ്ങളെയും ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വിമാനമാണ്. ഈ 4 വിമാനങ്ങൾ ഇന്ത്യയിൽ ആദ്യമായി ഒരു ഗംഗാ എക്സ്പ്രസ് വേയിൽ ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത്. ഈ ഗംഗാ എക്സ്പ്രസ് വേയുടെ പ്രത്യേകത 3.5 കിലോമീറ്റർ ദൂരത്തിലൊരു എയർ സ്ട്രിപ്പ് അതിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ രാത്രിയിൽ ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും പ്രത്യേകമായി LED സ്ട്രിപ്പുകളും അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇന്നത്തെ ഒരു പരിശീലനം കൊണ്ട് ലക്ഷ്യമിടുന്നത് അടിയന്തര ഘട്ടങ്ങളിലെ ലാൻഡിങ്ങും ടേക്ക് ഓഫും എന്നാണ്. അതായത് ചെറിയ ദൂരത്തിൽ പോലും ലാൻഡ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്, അതും അടിയന്തര ഘട്ടത്തിൽ ഏതൊരു പ്രദേശത്തും പ്രതലത്തിലായാൽ പോലും അവിടെ ലാൻഡ് ചെയ്യുകയും ടേക്ക് ഓഫ് ചെയ്യുകയും ഉൾപ്പെടെ നടത്തുക, പരിശീലിക്കുക. ഒപ്പം ഒരു യുദ്ധസമാന സാഹചര്യവും അതുപോലെ ഒരു ദുരന്ത സമാന സാഹചര്യവും നേരിടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ അഭ്യാസത്തിലോടുകൂടി, പരിശീലനത്തിലോടുകൂടി വ്യോമസേന ലക്ഷ്യമിടുന്നത്. ഞാൻ നേരത്തെ വ്യക്തമാക്കിയ പോലെ 4 വിമാനങ്ങൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് രാത്രിയും 7 മണി മുതൽ 10 മണി വരെ നൈറ്റ് ലാൻഡിങ്ങും നൈറ്റ് ടേക്ക് ഓഫും ഇതേ ഗംഗാ എക്സ്പ്രസ് വേയിൽ തന്നെ നടക്കും. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് നൈറ്റ് ലാൻഡിങ്ങും നൈറ്റ് ടേക്ക് ഓഫും ഒരു ഹൈവേയിൽ എക്സ്പ്രസ് വേയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അതിന് പ്രത്യേകമായി ഇന്ത്യയുടെ കരുത്ത്, ഇന്ത്യ ഏത് സാഹചര്യത്തെയും നേരിടാൻ പ്രഹരശേഷിയുള്ള ആയുധങ്ങളും വിമാനങ്ങളും പടക്കോപ്പുകളും ഒക്കെ തന്നെ നമ്മുടെ കൈവശമുണ്ട് എന്ന് അറിയിക്കുന്ന തരത്തിലേക്ക് ആ വ്യോമാഭ്യാസം മാറട്ടെ.